സർപ്പദോഷങ്ങളുള്ള മണ്ണിൽ താമസിക്കുന്നത് വളരെയധികം ദുരിതങ്ങളും കഷ്ടപ്പാടുകളും രോഗങ്ങളും അനർത്ഥങ്ങളും അപകടങ്ങളും പട്ടിണി പരിവട്ടങ്ങളും എല്ലാം അനുഭവപ്പെടും. നാഗങ്ങൾ ഇരിക്കുന്ന മണ്ണിൽ, അത് നശിച്ചു പോയിട്ടുള്ളതായ സ്ഥലത്ത് വീട് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ദുരിതങ്ങളൊക്കെ ഉണ്ടാകും. പലർക്കും അത് അനുഭവമുള്ളതാണ്. ചിലരൊക്കെ കളിയാക്കും. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ വരും, ഈ ചൈനക്കാരൊക്കെ പാമ്പിനെ ചന്നമ്പിനൊക്കെ വെട്ടി നുറുക്കി വറുത്തിട്ടും കൂട്ടാൻ വെച്ചിട്ടൊക്കെ കഴിക്കണില്ലോ എന്ന്. അവർക്ക് ഒന്നും പ്രശ്നമില്ലല്ലോ എന്ന്. പ്രശ്നമുണ്ടോ ഇല്ലയോ എന്ന് നമ്മളറിയണില്ല. നമ്മൾ തന്നെ മനുഷ്യൻ തന്നെയാണ് ദൈവമാവുന്നതും പിശാചാവണതും കള്ളനാവണതൊക്കെ, അല്ലെങ്കിൽ വേഷം കെട്ടണതൊക്കെ മനുഷ്യൻ തന്നെ. ഈ മനുഷ്യൻ്റെ കൊല്ലണില്ലേ, മനുഷ്യനെ കൊന്ന് തിന്നണില്ലേ. അപ്പം അത് നോക്കിയിട്ട് കാര്യമില്ല. എന്നാൽ ഈ നെഗറ്റീവ് ശക്തികളില്ലേ, അതുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും അറിവുള്ള ഒരു കാര്യങ്ങൾ പറയുമ്പോൾ, ഓരോ കാര്യം പറയുമ്പോൾ അത് അറിവില്ലായ്മ ആണ് എങ്കിലും അവർ അറിവില്ലായ്മ കൊണ്ടാണെന്നുള്ള അവർ ധരിക്കില്ല. കേൾക്കണവർക്ക് വിചാരിക്കുക അറിവില്ലായ്മ കൊണ്ടാണെന്ന്. കാരണം നമുക്ക് അനുഭവമില്ലാത്ത കാര്യം ശരിയല്ല എന്ന് വാദിക്കുന്നത് ഒട്ടും ശരിയല്ല. എനിക്ക് അനുഭവമില്ല, അതുകൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യം ശരിയല്ല എന്ന് വാദിക്കുന്നവർ പലരുണ്ട്. റോക്കറ്റൊക്കെ പറപ്പിക്കുന്നുണ്ട്, ഇവിടെ ഇരുന്നിട്ട് നിയന്ത്രിക്കുന്നുണ്ട് റിമോട്ട് കൺട്രോളിൽ കൂടെയൊക്കെ. പക്ഷെ ഒരു നാട്ടിൻ പുറത്തുള്ള ഒരാൾ, ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാൾ ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞ ആൾക്ക് വിശ്വാസം ഉണ്ടാവുമോ? ആളെന്ത് റോക്കറ്റ് ഇതൊന്നും ആൾക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ അതേപോലെ തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്ധവിശ്വാസത്തിന്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് മനുഷ്യനെ കൊല്ലാകൊല ചെയ്യണത് ബുദ്ധിമുട്ടാണ്. അല്ലാതെ മറ്റുള്ള ദുരിതങ്ങൾ ഉണ്ട് വെച്ചെങ്കിൽ അതിനെ ഈ പറയുന്ന പോലെ തന്നെ പറഞ്ഞ് അവഗണിച്ച് തള്ളരുത്. വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ സത്യൻ മുളയംകുടത്ത്. അപ്പൊ സർപ്പത്തിന്റെ ദോഷം ഉണ്ട് വെച്ചെങ്കിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് അദ്ദേഹം ഈ കിണർ പണിക്ക് പോകുന്ന ഒരാളാണ്. അപ്പൊ അതില് കിണർ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല സ്റ്റെപ്പിൽ പല താഴ്ചകളിൽ എത്തിക്കഴിഞ്ഞാൽ ചിലതിൽ തവള ഉണ്ടാവും, ചിലതിൽ പാമ്പായിരിക്കുന്നുണ്ടാവുക, അങ്ങനൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇദ്ദേഹം ഒരു 4-5 കോല് താഴേക്ക് ആയപ്പോൾ വെള്ളത്തിന് നനവുണ്ട്. അവിടേക്ക് എത്തിയപ്പോൾ അതൊരു പാമ്പിനെ കിട്ടി. ആ പാമ്പിനെ സാധാരണ പോലെ തന്നെ അദ്ദേഹം പാമ്പിനെ കിട്ടിയപ്പോൾ തല്ലി കൊന്നു. ആ കൊന്ന് അവര് കരക്ക് കയറ്റി അത് കളഞ്ഞു. മണ്ണ് വലിക്കുന്നവര് ആ കൊട്ടയിൽ ഇട്ട് കൊടുത്തിട്ട്. പക്ഷെ അത് ആഴ്ച കഴിയുമ്പോഴേക്കും ഇദ്ദേഹത്തിന് പരവശങ്ങളായി തുടങ്ങി, ഓരോരോ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ തുടങ്ങി. പിന്നെ അയാളുടെ കണ്ണിൽ മാത്രം ഈ പാമ്പ് ഇങ്ങനെ ഇരിച്ചു വരുന്നതായിട്ട് കാണാം. ഒരു 4 ആൾ കൂടിയിരിക്കേണ്ടത് വെച്ചെങ്കിൽ ഈ പാമ്പ് ആളെ എത്തുണ്ടാവും. അപ്പൊ ഇയാൾ പേടിച്ചു ഓടുക. അങ്ങനെ വരുമ്പോൾ മറ്റാൾക്ക് ആർക്കും ഇതിനെ കാണില്ല, പാമ്പിനെ കാണില്ല. പക്ഷെ ഇവനെ കാണാം. എവിടെ ഇരുന്നാലും, ഇപ്പൊ പണിയായാലും ശരി, ചായ കുടിക്കായാലും ശരി, ഇനിയിപ്പോ കളിക്കുകയാണ് വെറുതെ ഇരിക്കാല്, ഈ പാമ്പ് അവന്റെ അടുത്തേക്ക് എത്തും. ഇഴഞ്ഞിട്ട് വരികയാണ്. അത് കണ്ടു കഴിഞ്ഞാൽ അവനെ പേടിയാ. പാമ്പിനെ കൊന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഈ പാമ്പ് അങ്ങനത്തെ രൂപത്തിലെ വരുന്നു. അപ്പൊ ഇയാൾ പേടിച്ചു ഓടുക. അങ്ങനെ ആയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല, ബസ്സിൽ കയറാൻ പറ്റില്ല. എവിടെ നോക്കിയാലും ഇയാൾക്ക് കാണാം പാമ്പിനെ. പാമ്പ് ഇയാളെ അന്വേഷിച്ച് വരുന്ന പോലെ വരുന്നത്. അപ്പൊ അത് ഭയങ്കര ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആകുമ്പോ പിന്നെ ആൾക്ക് ഭയങ്കരമായിട്ട് പേടിയായി. കാരണം അറപ്പും അതേപോലെ തന്നെ ഇങ്ങനെയാണ് പാമ്പണ അന്വേഷിച്ച് വരുന്നത്. അങ്ങനെ അദ്ദേഹം ഇതിന് ഈ സർപ്പക്കാവിലൊക്കെ പോയിട്ട് വേണ്ടുന്ന വഴിപാടുകളൊക്കെ നടത്തി. ഒന്നും ഏറ്റില്ല. അങ്ങനെ നമുക്ക് പരിചയമുള്ള ഒരാളിനെ അവര് കാണിച്ചു. ഇങ്ങനെ പാമ്പിനെ കാണുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ അതിനെ വഴിപാട് കാര്യങ്ങളും ചെയ്തിട്ടൊന്നും ശരിയാവണില്ല. അപ്പൊ അത് എന്താണെന്നറിയില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് നോക്കിയിട്ട് അതിനെ പരിഹാരം ചെയ്യാനായിട്ടിരിക്കുക. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അതിൽ പൂജ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവും എന്നുള്ള ഉറപ്പോട് കൂടിയിട്ട് പൂജ ചെയ്തിരിക്കുക. അപ്പൊ ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യാനായിട്ടിരിക്കുന്ന സമയത്ത് ഇല കുറവ് വന്നു, വാഴയില. അപ്പൊ ഇദ്ദേഹത്തിനോട് പറഞ്ഞൊരു വാഴയില കൊണ്ടുവരാനായിട്ട്. ഇദ്ദേഹം തന്നെ ആണായിട്ടുള്ളവരുള്ളൂ. ഇദ്ദേഹം ഒരുപാടും വെട്ടുവത്തി ആയിട്ട് വലിയൊരു വാഴയുടെ ഇല മറ്റേ തണ്ടിനെ അങ്ങനെ ചാടി പിടിച്ചു മുറിക്കാൻ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ പാമ്പ്, ഈ കാണുന്ന പാമ്പന്നെ അതാള് വലിച്ചിട്ട് ഓടിയറ്. ഈ വെട്ടുവത്തിയും ഇതൊക്കെ വലിച്ചെറിയിട്ട് ആൾ ഓടിപ്പോയി. അപ്പൊ ആ സമയത്ത് വരെ പാമ്പിന്റെ ആ ദർശനം ആൾക്കുണ്ടായിരുന്നു. അതങ്ങോട്ട് വന്നു കഴിഞ്ഞ ആൾക്ക് പേടിയും അതേപോലെ തന്നെ ശരീരത്തിലൊക്കെ ഒരു പ്രത്യേക തരം ചൊറിച്ചിലും അരിച്ചിലൊക്കെ വരിക.
അപ്പൊ അങ്ങനെ അപ്പൊ ഈ പാമ്പിന്റെ ദുരിതങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പൊ നെഗറ്റീവ് ശക്തികളുടെ ദുരിതങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനൊക്കെ കാര്യങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. പലർക്കും പലതരത്തിലും ഉപദ്രവിക്കുക. അപ്പൊ അതേപോലെ തന്നെ വേറൊരു ചേച്ചിക്ക് ഉണ്ടായിരുന്ന, അദ്ദേഹം വാടക വീട്ടിൽ താമസിക്കുന്നു. അപ്പൊ അവിടെ എന്തുണ്ട് ഏതുണ്ടെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. അപ്പൊ ഒരു ദിവസം കുളിക്കുന്ന സമയത്തുണ്ട്, കുളിമുറിയിൽ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തുണ്ട് പെട്ടെന്നൊരു സൗണ്ട് കേട്ടു. ഓലയാണ്, മറപ്പരയാ. അവരെന്നെയുള്ള അവിടെ, വേറെ ആരുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ മറപ്പരയിൽ അവിടെ നിന്നിട്ട് കുളിക്കാതെ, മറപ്പര എന്ന് പറഞ്ഞാൽ ഓല കൊണ്ട് മറച്ചിട്ടുള്ളത്. അപ്പൊ ഒരു പ്രത്യേക ഒരു സൗണ്ട് കേട്ടു. ആ സൗണ്ട് കേട്ടതിന്റെ പിന്നാലെ ഇങ്ങനെ പാമ്പ് ചീറ്റുന്നതാണ് കാണുന്നത്. ഇയാളുടെ മേത്തേക്ക് വെള്ളം വന്ന് വീണു, തുപ്പുന്ന പോലെ. അങ്ങനെ ഇയാൾ പേടിച്ചു. കാരണം ഈ ഓലയുടെ ഉള്ളിൽ പാമ്പ്, അതും പേടിയില്ലാത്തവരുണ്ടാവും, പേടിയുള്ളവരുണ്ടാവും. നമുക്കൊരു ചെറിയൊരു സംഭവം നമ്മുടെ കണ്ണിൽ പെട്ട ഒരു പുഴയിൽ ചൊറിയ പുഴുവിന് പേടിയുള്ളവരുണ്ട്. പെട്ടെന്ന് ചാട്ടം ഓട്ടമൊക്കെ കഴിയും. ചിലപ്പോൾ എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞ് വീഴും. അതിനോടത്ത് പാമ്പാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ കാണുന്നത്. അദ്ദേഹം പേടിച്ചു ആകാതായി. പിന്നീട് എപ്പോൾ നോക്കിയാലും ഇയാൾക്ക് പാമ്പിനെ കാണാം. മറ്റാളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ എവിടെ നോക്കിയാലും പാമ്പ്. പ്രത്യേകിച്ച് എനിക്ക് കുളിമുറിയിൽ കടക്കാൻ പറ്റണ്ടായി. കുളിക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ പാമ്പിന്റെ സൗണ്ടും വെള്ളം നോക്കിയിട്ട് ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കുക എന്നാണ്. ചീറ്റായിരിക്കാം, പക്ഷെ തുപ്പില, ഈ അതിന്റെ വെള്ളം മേത്ത് വന്നിട്ട് ഇങ്ങനെ തെറിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം തോറ്റു. എവിടെ വന്നാൽ പിന്നെ അതിന് പാമ്പെന്ന് പേരായി. എവിടെ പോയിട്ടും അതിനെ മാറ്റാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ എന്നിട്ട് കർമ്മങ്ങൾ ചെയ്തു. ആ കർമ്മങ്ങൾ ചെയ്തിട്ട് അതിന്റെ ശേഷമാണ് അദ്ദേഹത്തിന് സ്വസ്ഥമായിട്ടുള്ളത്. അപ്പൊ അതേപോലെ തന്നെ അപ്പൊ ഈ സർപ്പത്തിന്റെ കാര്യം പറഞ്ഞത്, അതൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അത് സർപ്പക്കാവുകൾ നശിച്ചു പോയ സ്ഥലത്താണ് വെച്ചാൽ അവിടെ ആർക്കും പെട്ടെന്നൊന്നും താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വൃത്തിയുള്ളതാണ് നാഗങ്ങൾ. ആ നാഗങ്ങളുടെ പ്രതിഷ്ഠ അല്ലെങ്കിൽ അവർ കുറ്റി ഉണ്ടായിരുന്ന ഭാഗത്ത്, അല്ലെങ്കിൽ അത് നശിച്ചു പോയ സ്ഥലത്ത് വേറെ ചില വ്യക്തികൾ ആരോട്ടെ വന്ന് വീട് വെച്ച് കഴിഞ്ഞാൽ അവർ മത്സ്യമാംസം ഉപയോഗിക്കുന്നവരാവും, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളുള്ളവരായിരിക്കും, മെൻസസ് പോലുള്ളതായ സംഗതികളൊക്കെ ഉള്ളവരായിരിക്കും. ഇത് മൂന്നും അവിടെ പറ്റില്ല. ആ കാവ് നേരം സ്ഥലത്ത് പറ്റില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് ദുരിതങ്ങളും കഷ്ടങ്ങളും വീഴ്ചകളും ധനനാശവും അസ്വസ്ഥതകളും അസുഖങ്ങളും അവർ വിട്ടുമാറാതെ അവിടെ നിൽക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാള് മാനസിക രോഗിയെ പോലെ തന്നെ കിടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരിക. പിന്നെ കല്യാണം കഴിയേണ്ടവർക്കാണെങ്കിൽ കഴിഞ്ഞും പോവില്ല, കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ അവർക്കും കഴിയില്ല. അഥവാ കഴിഞ്ഞാലും കരയായിട്ട് നിൽക്കില്ല, വിട്ടെറിഞ്ഞു പോകും. അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോ ഇതേപോലെ തന്നെയാണ് നോക്കാൻ വന്നിട്ടുണ്ടായിരുന്ന ഒരു ചേച്ചി പറയാണ്, ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് എനിക്ക് കാണുന്നത് മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ വേറെ താമസിച്ചിരുന്നത്. ആ താമസിച്ചിട്ട് കുറച്ച് പൈസ ഒക്കെ സ്വരൂപിച്ചിട്ട് ഈ സ്ഥലം കൂടി മേടിച്ചു. സ്ഥലം കുടിയിരിപ്പിൽ അധികം സ്ഥലമില്ല. അപ്പൊ ഇത് മേടിച്ചു നോക്കുമ്പോൾ ഇത് ഭയങ്കര അനർത്ഥങ്ങളായി. കാരണം ഇവിടെ വന്നതിന് ശേഷം പെട്ടെന്ന് ഒരു 2-4 മാസത്തിന്റെ ഉള്ളിൽ ഈ ചേച്ചിയുടെ ശരീരത്തിൽ മൊത്തം കളറ് മാറി ആകെ ചുണ്ടുമില്ലും ഒക്കെ പാണ്ടായി. അത് ശരീരത്തിലൊക്കെ ആനയുടെ ഈ നെറ്റ് തുമ്പിക്കൈമ ഉണ്ടാവുന്ന ചുണങ്ങ് പോലുള്ള ചുണങ്ങളായി. ഇങ്ങനെ 2-3 പേർക്ക് ഞാൻ കണ്ടിട്ടാ. സർപ്പക്കാവില് അല്ലെങ്കിൽ പാമ്പുണ്ടായിരുന്ന സ്ഥലത്തിലെ പാമ്പ് നശിച്ചിട്ടുള്ള ഭാഗത്തൊക്കെ വീട് വന്നിട്ടോ അല്ലെങ്കിൽ അവരുടെ വിഷങ്ങളൊക്കെ പറ്റിയിട്ട് എന്തൊക്കെയോ. അപ്പൊ അതില് ഈ ശരീരത്തിൽ മൊത്തം ഈ ചുണങ്ങ് വട്ടച്ചുണങ്ങ് പോലെ അങ്ങനെ ആകെ ചുണങ്ങ, കണ്ണുമുല്ലും അതേപോലെ തന്നെ മൂക്കിലും വായയിലും ചുണ്ടുമിലും ഒക്കെ. അപ്പോ ഈ സ്ഥലം മേടിച്ച് ഇവരെ പേർക്ക് അതിന് ശേഷം തുടങ്ങിയിട്ടുള്ളൊരു അഭ്യാസമാണത്. അപ്പൊ ഇതില് ചില ഹോർമോണിന്റെ കുറവ് കാരണം ഉണ്ടാകുക എന്നുള്ള ഡോക്ടർമാർ പറയും. ഈ പാണ്ടുകൾ വരുന്നത് ഹോർമോണിന്റെ ചില കുറവുകളെ കൊണ്ടാണ്. അതെന്ന് വിചാരിച്ചിട്ട് അവർ ഡോക്ടറെ കാണാൻ പോയിട്ട് നോക്കുമ്പോൾ അതൊന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും വിഷയമില്ല എന്ന് പറയണത്. പക്ഷെ അവർക്ക് ശരീരം മൊത്തം നാശമായി. അവർക്കൊരു സദ്യക്ക് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷം മക്കളെ കൊടുത്തോടത്തോ കൊണ്ടുവന്ന് ഒരെവിടേക്കും പോകാൻ പറ്റുന്നില്ല. കാരണം അവരങ്ങനെ ആയിരുന്നില്ല. പിന്നീട് മൊത്തം ചുണങ്ങാകെ പാണ്ടുരോഗമായി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സർപ്പങ്ങളുടേതായ ദുരിതങ്ങൾ ഉണ്ടെങ്കിൽ വിഷമങ്ങൾ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരെ നശിച്ചു പോയ സ്ഥലത്ത് വീട് വെച്ചാൽ
അപ്പം ഞാൻ പറഞ്ഞ നേരത്തെ പലരും ഇതിനെ അവഗണിക്കും, പിന്നെ പാമ്പ് തന്നെ അതല്ല ഇതല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ ശക്തി വളരെയധികം അപാര ശക്തി തന്നെയാണ്. അപ്പം ഈ പാമ്പിനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം വിശുദ്ധിയോട് കൂടിയിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് അതിനെ പൂജിക്കുന്നുണ്ട്, വേണ്ടുന്ന നിവേദ്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് അവരുടേതായ അനുഗ്രഹങ്ങളെ കൊണ്ട് നമുക്ക് എല്ലാ സമ്പൽ സമൃദ്ധി തന്നെ കൂടുതൽ അടിച്ചു പൊളിക്കാൻ പറ്റിയില്ലെങ്കിൽ ശരി, പട്ടിണിയില്ലാത്ത അല്ലെങ്കിൽ സന്തോഷമായിട്ടുള്ളൊരവസ്ഥ അവരുണ്ടാക്കി തരും. നാഗങ്ങളുടെ നാഗരാജാവോ നാഗയക്ഷോ അല്ലെങ്കിൽ കരിനാഗങ്ങളോ മണിനാഗങ്ങളോ അഞ്ജനമണി നാഗങ്ങളോ, അപ്പോൾ ആരായാലും ശരി അവരിരുത്തി അവരെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരാ ദുരിതങ്ങളൊക്കെ മാറി നല്ല വഴിയിലേക്ക് അവർ എത്തിച്ചേരും. പഴയ കാലത്ത് എല്ലാ വീട്ടിലും സർപ്പക്കാവുകളുണ്ടായിരുന്നു. അത് ആ ഭൂമിക്ക് തന്നെ ഒരു തണവായിരുന്നു. പല തരം വൃക്ഷങ്ങൾ, അതിൽ കുറേ ഈ കിളികളും ഒക്കെ കൂട് വെച്ച് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ നശിപ്പിക്കപ്പെട്ടു. കാരണം ആ കാവുകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ വിറ്റ് മരങ്ങൾ അടക്കം മുറിച്ച് വിറ്റിട്ട് ഈ സ്ഥലം കൈകാര്യം ചെയ്തിരിക്കുന്നു, മറ്റുള്ളവർക്ക് വിറ്റിരിക്കുന്നു. അവരാണ് അവിടെ വീട് വയ്ക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലുള്ളതായ ദുരിതങ്ങളൊക്കെ അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാവുന്നത്. ഇന്ന് ഇവരവിടെ താമസിക്കില്ല, വീടിൻ്റെ ആളുകൾ അവിടെ താമസിക്കില്ല, അവർ വേറെ എവിടേക്കും പോകുള്ളൂ. അപ്പോൾ ഇത്തരം സംഗതികളൊക്കെ ഉള്ളത് വെച്ചെങ്കിൽ വളരെ ശ്രദ്ധിക്കുക. ഡോക്ടറെ കാണിക്കേണ്ടതിന് ഡോക്ടറിനെ കാണിക്കണം. അല്ലാത്തത് നല്ലൊരു ജോലിസിനൊക്കെ കണ്ടിട്ട് ഈ ദുരിതങ്ങൾ തീർക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ആ വഴി തേടികൊണ്ട് അതിനെ മാറ്റം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക. അതേപോലെ തന്നെ പ്രതിഷ്ഠകളോ മറ്റോ വരുത്തേണ്ടത് അത് തന്നെ ഇരുത്തണം. ചില ബാധാദോഷങ്ങളൊക്കെ തീർക്കുമ്പോൾ ഇന്ന മാതിരി ബാധകളൊക്കെ തീർത്ത് പ്രേതദോഷത്തിനെ സർപ്പദോഷത്തിനൊക്കെ നീക്കം ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് ഉപദ്രവിക്കുന്ന ബാധാദോഷങ്ങൾ മാറി അല്ലെങ്കിൽ മാറി വരാനായിട്ട് അല്ലെങ്കിൽ മാറാനായിട്ടുള്ള യോഗമുണ്ടെങ്കിൽ സർവേശ്വരനായിരിക്കുന്ന വ്യാഴം 6, 8, 12 ഒഴിവായി വരട്ടെ എന്ന് പറഞ്ഞ് പ്രശ്നം അല്ല കവടി വാരി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ വ്യാഴ അനർത്ഥങ്ങളാവും. ഏത് തരത്തിൽ നോക്കിയാലും അനർത്ഥങ്ങളാവും. അപ്പോൾ ചില സ്ഥലത്ത് ഈ നാഗങ്ങൾ പെട്ടെന്ന് ശരീരത്തിലേക്ക് കയറിയിട്ട് അവർ തുള്ളി പറയുന്നുണ്ട്. തമിഴ്നാട്ടിൽ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒക്കെ ഉണ്ടാകും, കാണാൻ കേൾക്കാം. ഇതെൻ്റെ മണ്ണാ, ഈ മണ്ണ് എനിക്ക് അവകാശപ്പെട്ടതാ, ഇതിൽ നിങ്ങൾ വന്നിട്ട് താമസിക്കുക, എനിക്ക് പോകാൻ പറ്റില്ല, നിങ്ങൾ പൊക്കോടുന്നു, അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ ഇതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഒരു തുണ്ടം സ്ഥലം തന്ന് എന്നെ അവിടെ കുടിവെച്ചോളൂ, നിങ്ങൾക്കൊരു കുഴപ്പമുണ്ടാവില്ല, നിങ്ങൾക്ക് വേണ്ടുന്ന ഉന്നത ഉയർച്ച സമ്പത്തും എല്ലാം ഞങ്ങളായിട്ട് ഉണ്ടാക്കി തരേണ്ടതെന്ന് പറയും. അങ്ങനെ അപ്പം ഇതേപോലെ തന്നെ തമിഴ്നാട്ടിലെ കാര്യം പറഞ്ഞപ്പോഴാണ് അവിടെ അവരെ വീടിൻ്റെ കുറച്ച് ദൂരമുണ്ട്, ഒരു 4-5 ഏക്കർ സ്ഥലമുണ്ട് അവർക്ക്. അപ്പം അവിടെ അവർക്ക് എന്താണ് അവിടെ ഒരു കുളം ഉണ്ടാക്കുന്നുണ്ട്. ഒരു വീടിന് കുറച്ച് ദൂരമുണ്ട്, ഇവരെ പറമ്പിൽ തന്നെ. പോകുന്ന സമയത്ത് 2 ദിവസമായിട്ട് അവിടെ വലിയ സർപ്പങ്ങൾ ഇങ്ങനെ എണ്ണ കൂടിയിട്ട് നിൽക്കുക. അപ്പം ഇത് കൂടെ വേണം അവർക്ക് നടന്നു പോകാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം ഒരു കണ്ടു, പേടിച്ചിട്ടൊക്കെ ആയിട്ട് അങ്ങോട്ട് വന്നില്ല. 2ാമത്തെ ദിവസം അതെ ഈ സാധനം ഇവിടുന്ന് വിട്ടുമാറുന്നില്ല. അപ്പോൾ ആ വീട്ടിലത്തെ ചേട്ടൻ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ട് വണ്ടി കൊണ്ടുവന്നിട്ട് അടിച്ചു, അടിച്ചു കൊന്നു. ആ കുടുംബം നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഇയാൾ അപകട മരണമായി ഉണ്ടായി, ആളുടെ മകനാണുള്ളത്. പിന്നെ അവർക്ക് ഒരുപാട് പശുക്കളുണ്ടായിരുന്നു, ഒക്കെ നശിച്ചു. എങ്ങനെയാണ് അവർക്ക് കേടുവരണമെന്ന് അറിയില്ല. എന്നിട്ട് അപ്പം ഇവരുടെ വീട്ടിലേക്കുള്ള ദോഷങ്ങൾ തീർക്കാൻ എന്നപ്പോഴാണ് പറയുന്നത് പാമ്പിൻ്റെ ശാപം എന്ന് എല്ലാവരും പറയും, വഴിപാടുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആണ് നോക്കിയപ്പോൾ ഉണ്ട് പാമ്പിൻ്റെ ദുരിതങ്ങൾ. അപ്പം അന്ന് ആവാഹിക്കാനായിട്ട് സർപ്പപ്പുറ്റ്, മുട്ട, സർപ്പപ്രതിമ ഒക്കെ ഉണ്ട്. അതിലേക്ക് ആവാഹിക്കാനായിട്ട് മുന്നേ ഈ പാമ്പ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളുടെ ശരീരത്തിലേക്ക് വന്നു. ഞാൻ നാഗരാജനാ, ഇതെൻ്റെ മണ്ണാ, എൻ്റെ മണ്ണ് വിട്ടു പോകാൻ എനിക്ക് പറ്റില്ല, അത് ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ മതിമറന്ന് നിൽക്കുന്ന സമയത്താണ് എന്നെ അടിച്ചു പോന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇന്നിവിടെ ഒരു മക്കളൊക്കെ കല്യാണം കഴിയാനും പറ്റിയിട്ടില്ല, കഴിഞ്ഞാലും സന്തോഷത്തോടു കൂടി നിൽക്കാൻ പറ്റിയിട്ടില്ല. ഇതാണ് അതിൻ്റെ അവസ്ഥ. അതുകൊണ്ട് എന്നെ ഒഴിവാക്കാനായിട്ട് നോക്കണ്ട, എനിക്ക് ഇന്ന ഭാഗത്ത് ഒരു ചെറിയൊരു തിട്ട കിട്ടിയിട്ട് എനിക്ക് അവിടെ എന്നെ കുടിയിരുത്തിക്കോളൂ എന്ന് ആ നാഗം തന്നെ പറയാം. അപ്പോൾ തമിഴ്നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശ്വാസമുള്ളതാണ്. പിന്നെ അവരാണെങ്കിൽ അനുഭവിക്കുന്ന ആ ദുരിതത്തിനെ മറികടക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ഈ നാഗത്തിൻ്റെ അല്ലെങ്കിൽ അരുൾപ്പാട് ഉണ്ടാവുന്നത്.
അതിനനുസരിച്ച് അവർ അവിടെ ആ നാഗത്തിനെ കുടിയിരുത്താനുള്ള സൗകര്യങ്ങൾ ചെയ്തു. അവിടുന്ന് തൊട്ട് അവർക്ക് മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പാമ്പിൻ്റെ ഇതിനെ പ്രകൃതിച്ച് അങ്ങനെ പുകഴ്ത്തി പറയല്ല, ഓരോരുത്തരും അനുഭവിക്കുന്ന അവസ്ഥകൾ. എനിക്കറിയുന്നത് എനിക്ക് പറയാൻ പറ്റുള്ളൂ, അറിയാത്തതൊരു കഥ ഉണ്ടാക്കി പറയാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇതേപോലുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ് മുഴുവനാക്കിയില്ല. ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ദുരിതം മാറാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ കർമ്മികളാണെങ്കിൽ സർപ്പദോഷങ്ങൾ തീർക്കുമ്പോൾ സർപ്പപ്രതിമ അല്ലെങ്കിൽ ആ പ്രതിമയിലേക്ക് സർപ്പത്തിൻ്റെ സാന്നിധ്യം ആവുന്നില്ല എന്ന് കണ്ടാൽ ഒരു വേള തിരിഞ്ഞ് വീട്ടുകാരോട് ചോദിച്ചിട്ട് ഇതിനെ ഒരു വീട്ടിലിരുത്താൻ പറ്റും, വീട്ടിലല്ല നിങ്ങളുടെ സ്ഥലത്ത് ഞങ്ങൾക്ക് ഇരുത്താൻ കുഴപ്പമില്ല എന്ന് പറയുകയാണെന്ന് വെച്ചെങ്കിൽ അത് ഏറ്റവും വലിയ സന്തോഷമായിരിക്കും, കർമ്മ വിജയവും ഉണ്ടായിരിക്കും. അല്ല ഞങ്ങൾക്കൊന്നും പറ്റില്ല കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ കർമ്മി വിഷമിക്കേണ്ട അവസ്ഥ ഉണ്ടാകുക. അപ്പോൾ അതിനനുസരിച്ച് അപ്പോൾ പറഞ്ഞു വന്നത്, നാഗങ്ങളുടെ ദുരിതങ്ങൾ ആവാഹിച്ചിട്ട് മാറണില്ല എന്നുണ്ട് വെച്ചെങ്കിൽ ഇപ്പോൾ സർപ്പക്കാവിലേക്ക് എന്തെങ്കിലും വഴിപാടുകൾ കൊടുക്കാനുണ്ടോ, കാര്യങ്ങൾ നടന്നിട്ട് അത് ചോദിക്കുക. അല്ലാത്ത പക്ഷം അതും ഇല്ലെങ്കിൽ വിചാരിച്ച പോലെ ശരിയാവണില്ലെങ്കിൽ നാഗത്തിന് ഈ സ്ഥലത്ത് ഈ മണ്ണിൽ ഒരു ശില വെച്ചിട്ട് അതിനെ കുടിയിരുത്താനായിട്ട് കഴിയുമോ, അങ്ങനെയാണെങ്കിൽ ഈ ദോഷങ്ങൾ തീരും എന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞ് വീട്ടുകാർ അതിനെ തയ്യാറാവും. അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.